ഏത് വേദിയിലും അത് പാടുന്ന സമയത്ത് ശരി കണ്ണുനീര് വരും. എന്നാൽ നമ്മൾ ചിരിക്കുകയായിരിക്കും, ചിരിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ, നമ്മൾ കണ്ണ് നിറയുകയും ചെയ്യുന്നുണ്ടായിരിക്കും, രണ്ടും ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. പണ്ടൊരിക്കൽ എൻ്റെ അമ്മ ചോദിച്ചു, നിനക്കത് എങ്ങനെ സാധിക്കുന്നതെന്ന്. എൻ്റെ അമ്മ 2 വർഷമായിട്ടുള്ള മരിച്ചിട്ട്. പക്ഷെ എൻ്റെ അമ്മ ചോദിക്കും, നീ പറയുന്ന കാര്യങ്ങളൊക്കെ സങ്കടപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്, പക്ഷെ നീ ചിരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതുണ്ട്. ഞാൻ പറഞ്ഞു അതാണ് കഴിവ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു അങ്ങനെ പറ്റണം, അല്ലേ, അത് ജീവിതമാണ് തോന്നിട്ട് എൻ്റെ കണ്ണീരും കരച്ചിലും ഒന്നും ശരി ഒരു പക്ഷെ അവർക്ക് കാണണമായിരിക്കും, പക്ഷെ മറ്റുള്ളവർക്കൊന്നും കാണണ്ട. നമ്മൾ കരയുന്നുള്ള മറ്റവർക്ക് അറിയേ വേണ്ട. നമ്മുടെ കരച്ചിൽ നമ്മൾ കരഞ്ഞാൽ മതി രജനീഷ്. നമ്മുടെ കരച്ചിൽ നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്, പേഴ്സണലാണ്. നമ്മുടെ കരച്ചിൽ നമ്മുടേതാണ്. ഈ കരച്ചിൽ നമ്മൾ മറ്റുള്ളവരെ കാണിക്കരുത്, കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ കണ്ണീര് കൊണ്ട് അലിയുന്ന ഹൃദയങ്ങളൊക്കെ വളരെ കുറവാണ് നമ്മുടെ കണ്ണീരിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഇന്നും കരയും. ഞാൻ മാഷിനെ കുറിച്ച് ആലോചിച്ചും കരയും, ഞാൻ ഭഗവാന്റെ മുന്നേ കരയും ഒക്കെ ചെയ്യും. പക്ഷെ ആരും കാണില്ല, ആരും കാണാതെ ഞാൻ കരയുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞു നമ്മൾ നമ്മുടേതായിട്ടാണ്, നമ്മുടെ കരച്ചിൽ ആരെയും കാണിക്കേണ്ട കാര്യമില്ല.